ഇന്നിവിടെ ചെയ്തെടുക്കുന്നത് മസാല ഫ്രൈ ചിക്കനാണ്. അതിനായിട്ട് 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം നിറച്ച് നല്ല എരിവുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂണോളം നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് തിരുമ്മിയെടുത്തിട്ടുണ്ട്. ഇനി 20 മിനിറ്റോളം ഇത് മാറ്റി വയ്ക്കണം. അപ്പോൾ അതവിടെ റെഡിയാകുന്ന ടൈമിൽ അടുപ്പത്തോട്ടൊരു പാത്രം വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഏതെങ്കിലും തരത്തിലുള്ള റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യുക. അതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് അല്ലെങ്കിൽ 1 കപ്പോളം സവാളയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വറുത്ത് കോരുക. നമ്മൾ ഒഴിച്ച ഈ ഒരു എണ്ണയിലിട്ട് മാത്രം വറുത്ത് കോരി എടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഉള്ളിയെല്ലാം ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ആ പാത്രത്തിലോട്ട് തന്നെ ഒരു 2 ടീസ്പൂണും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നിറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റല്ല ക്രഷ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചക്കുത്തൊക്കെ മാറി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന ടൈമിൽ മാരിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വെച്ചിരുന്ന ആ ഒരു ചിക്കനും കൂടി ഇതിനകത്തോട്ട് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴേക്കും ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ടൈമിൽ ഒരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ മൂടി വെച്ച് കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ചിക്കനും ആ തക്കാളിയും എല്ലാം ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടി മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ അതിൻ്റെ ഉപ്പും എരിവുമൊക്കെ പാകത്തിനുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി മൂടി വെച്ചിട്ട് നമുക്കൊന്നും കൂടി കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. പൊടികളായിട്ടുള്ള ഗരം മസാലയും അതുപോലെ 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചിക്കനൊക്കെ ഒരു 1/4 പരുവം ആകുമ്പോഴാണ് നമ്മൾ ഈ പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ചിക്കനിൽ നിന്ന് ഊറി വന്ന ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ ഒരു 4-5 പച്ചമുളക് നെടുകെ കീറിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. മുളകിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ മുഴുവനായിട്ടും വെന്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി നമ്മൾ ഇളക്കി കൊടുത്ത് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം ഏകദേശം വറ്റി വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയനും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ ചിക്കൻ മസാല ഫ്രൈ ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും ചെറിയ പീസിൽ വേണം ചിക്കൻ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ചിക്കനിൽ നിന്നുള്ള ആ വെള്ളവും എല്ലാം ഒന്ന് വലിഞ്ഞു വരുന്ന സമയത്താണ് നമ്മൾ ബട്ടർ 1 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ ഒരു പിടിയോളം നല്ല ചോപ്പ് ചെയ്ത മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ബട്ടറും മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്ന ടൈമിൽ നല്ല ഒരു ഫ്ലേവറാണ് ഈ ഒരു ചിക്കൻ മസാല ഫ്രൈക്ക് വരുന്നത്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചിക്കൻ മസാല ഫ്രൈ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ.